ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജപമാല ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ജീവിത വിശുദ്ധി ഉണ്ടോ എന്നുള്ളത്. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ എന്നെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന വലിയൊരു പുണ്യമാണ് ജീവിത വിശുദ്ധി. സ്നേഹമുള്ളവരെ, പലരും പലപ്പോഴും അവരുടെ ജീവിത പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രതിസന്ധികളുമൊക്കെ ആയിട്ട് എൻ്റെ അരികിൽ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന്. ചിലർ പറയും 1 വർഷത്തിലധികമായി, മറ്റു ചിലർ 6 മാസത്തിലധികമായി, 3 മാസത്തിലധികമായി, ഇങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. ഞാൻ അവരോട് സ്നേഹപൂർവ്വം പറയാറുണ്ട്, ആദ്യം പോയി നന്നായി ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കുവാൻ. പ്രിയമുള്ളവരെ, കുമ്പസാരത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ മാനസിക സംഘർഷങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ജീവിത പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, കുമ്പസാരത്തിലൂടെ ഒരു ജീവിത വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ജപമാല മാസത്തിൽ ഒരു തീരുമാനമെടുക്കുക. നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുമെന്ന്. വിശുദ്ധ കുർബാനയിൽ വൈദികൻ ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഇതുപോലെ നമ്മൾ ജപമാല നമ്മുടെ കരങ്ങളിലെടുത്ത് ചൊല്ലുന്നതിന് മുമ്പ് ആത്മപരിശോധന ചെയ്യണം. എനിക്ക് ജീവിത വിശുദ്ധി ഉണ്ടോ? വിശുദ്ധിയോടെ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. വിശുദ്ധിയോടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ നാം ചൊല്ലുമ്പോഴും മനോഹരമായ റോസാപുഷ്പങ്ങൾ മാലാഖമാർ പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിത വിശുദ്ധിയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹീതരാകാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.